നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു കണക്കൂടെ നമുക്ക് ചെയ്യാം. ഇത് യൂണിവേഴ്സിറ്റി മുമ്പ് ചോദിച്ചുള്ള ചോദ്യമാണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 6.46, അത് പ്രാക്ടിക്കൽ പ്രോബ്ലം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ടോപ്പിക്കിൽ പ്രാക്ടിക്കൽ പ്രോബ്ലം 8ാമത്തെ കണക്കാണ്. പ്രാക്ടിക്കൽ പ്രോബ്ലം 8ാമത്തെ പ്രോബ്ലമാണ്. ഇതിവിടെ ബോർഡ് ഞാൻ കൊടുത്തിരിക്കുന്ന പഴയ ബാലൻസ് ഷീറ്റാണ്. പുതിയ ഫോർമാറ്റും പുസ്തകത്തിലുണ്ട്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കണം. ഇവിടെ 2 കൊല്ലത്തെ ബാലൻസ് ഷീറ്റുണ്ട്, 2003 2004 അഡീഷണൽ ഇൻഫർമേഷൻ ഉണ്ട്. ഡിവിഡൻഡ് പെയ്ഡ്, ലാൻഡ് പർച്ചേസ്ഡ്, ഗുഡ് വിൽ റിട്ടേൺ ഓഫ്, ബോൺസ് റീപെയ്ഡ്. അപ്പോൾ നമുക്കിവിടെ ആദ്യ ഹെഡിങ് കൊടുക്കാം, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ year ended 31st March 2004. രണ്ട് കോളം കൊടുത്തു. ആദ്യം ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. ഇതിലാദ്യം എടുക്കുന്നത് കറണ്ട് പ്രോഫിറ്റാണ്. കറണ്ട് year's profits. കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്. ഇവിടെ P&L അക്കൗണ്ട് ബാലൻസ് നേരിട്ട് വന്നില്ല, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്. ഈ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഡിഫറൻസ് ആണ് കറണ്ട് പ്രോഫിറ്റായിട്ട് എടുക്കേണ്ടത്. അതായത് 10,560 മൈനസ് 10,040. ഇവിടെ 0 6 4 2 5 520 കറണ്ട് ഇയേഴ്സ് പ്രോഫിറ്റ്സ്. ഇതിൻ്റെ കൂടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, നോൺ ക്യാഷ് എല്ലാം കൂട്ടണം. നമ്മൾ ബാലൻസ് നോക്കാം. ഷെയർ ക്യാപിറ്റൽ ഇത് ഫിനാൻസിങ്ങിലാണ്. ബോണ്ട് ഇത് ഫിനാൻസിങ്ങിൽ വരണം. അക്കൗണ്ട്സ് പേബിൾ കറണ്ട് ലയബിലിറ്റി ഇവിടെ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ്. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് പ്രീവിയസ് ഇയർ 700, കറണ്ട് ഇയറിൽ 800. അത് 100 രൂപ കൂടിയിരിക്കുകയാണ്. അക്കൗണ്ടിലത്തെ പ്രോഫിറ്റ് 100 രൂപ മാറ്റിയിട്ടുണ്ട്. അപ്പം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്സ് ഇവിടെ 100. നെക്സ്റ്റ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ഡിഫറൻസ് നമ്മൾ എടുത്തായിരുന്നു. ക്യാഷ് ബാലൻസോടെ ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് ആണ്. അക്കൗണ്ട്സ് റിസീവബിൾ കറണ്ട് അസറ്റാണ്. ഇൻവെൻ്ററീസ് കറണ്ട് അസറ്റാണ്. ലാൻഡ് ഫിക്സഡ് അസറ്റാണ്. അപ്പം നമുക്കിവിടെ ലാൻഡ് അക്കൗണ്ട് എഴുതുകയാണെങ്കിൽ ലാൻഡ് അക്കൗണ്ട്സ്, ലാൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. ലാൻഡിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 20,000, അത് ഡെബിറ്റ് സൈഡിലോട്ട് ബ്രോഡ് ഡൗൺ ചെയ്യും. ടു ബാലൻസ് ബ്രോഡ് ഡൗൺ 20,000. നെക്സ്റ്റ്
ഓപ്പണിംഗ് ബാലൻസ്, പിന്നെ ഇവിടെ ലാൻഡിൽ വരേണ്ട ലാൻഡ് പർച്ചേസ് ചെയ്തു 10,000 രൂപ. വാങ്ങുമ്പോൾ ലാൻഡ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യണം ടു ക്യാഷ്. ഇത് പർച്ചേസാണ്. 10,000. ക്ലോസിംഗ് ബാലൻസ് ഇവിടെ തന്നിരിക്കുന്നത് ലാൻഡിൻ്റെ 30,000. അത് ക്ലോസിംഗ് ഇവിടെ ബൈ ബാലൻസ് ക്യാരി ഡൗൺ 30,000. ഇവിടെ രണ്ട് സൈഡും ഈക്വലാണ്. 30,000 30,000. ഇപ്പോൾ ഇവിടെ ഓപ്പറേറ്റിങ്ങിലോട്ട് വരാൻ ഐറ്റംസ് ഇല്ല. പിന്നെ ഈ പർച്ചേസ് ഓഫ് ലാൻഡ് ഉണ്ട്, അത് വരേണ്ട ഇൻവെസ്റ്റിങ്ങിലാണ്. പർച്ചേസ് ഓഫ് ലാൻഡ് മീൻസ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, അത് ഇൻവെസ്റ്റിങ്ങിൽ എടുക്കണം. നെക്സ്റ്റ് ഐറ്റം ഇവിടെ ഓപ്പറേറ്റിങ്ങിൽ വരാൻ ഐറ്റം ഇല്ല. നെക്സ്റ്റ് ഗുഡ് വില്ലാണ്. ഗുഡ് വില്ല് പ്രീവിയസ് ഇയർ 10,000 അത് കറണ്ട് ഇയറിൽ 5,000 കുറഞ്ഞു. അതിൻ്റെ അർത്ഥം അക്കൊല്ലം 5,000 രൂപ ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്തു. ഗുഡ് വിൽ റൈറ്റ് ഓഫ് ചെയ്തപ്പോൾ പ്രോഫിറ്റ് കുറയും. എന്നാൽ പണം പോയിട്ടില്ല, അതിവിടെ കൂട്ടണം. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് അതായത് 5,000 5,000. നെക്സ്റ്റ് ഇവിടെ ഡിവിഡൻഡ് പെയ്ഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റമാണ്, അതിവിടെ ആഡ് ചെയ്യണം. ഡിവിഡൻഡ് പെയ്ഡ് 3,500 ആഡ് ചെയ്യും. പിന്നെ ഗുഡ് വിൽ നമ്മൾ റൈറ്റ് ഓഫ്, കാരണം നമുക്ക് നേരത്തെ അറിയാം ഓപ്പണിങ് 10,000 ക്ലോസിങ് 5,000. അതിൻ്റെ അടുത്ത് അക്കൊല്ലം 5,000 രൂപ റൈറ്റ് ഓഫ് ചെയ്തു നമ്മൾ എടുത്തു കഴിഞ്ഞത്. വേറെ ഒന്നും ഇവിടെ വരാനില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. കൂട്ടി ഓർഡർ പണം 0 0 5 1 6 5 3 8 8,600 ഇത് ആഡ് ചെയ്യാനുള്ളതാണ്. അത് കൂട്ടി 0 2 6 5 11 1 8 9. ഇനി ഇത് ടാക്സ് പെയ്ഡൊന്നും ഇവിടെ തോന്നില്ല. ഇപ്പം നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഇല്ല. അപ്പോൾ ഇത് ക്യാഷ് ഫ്രം ഓപ്പറേഷൻ ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. ഇതിൻ്റെ കൂടെ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ കണക്കിൽ കറണ്ട് അസറ്റ്സ് അക്കൗണ്ട്സ് റിസീവബിൾ അതിവിടെ കൂടുകയത്. അപ്പം ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ, അതായത് 17,700 14,900 ഈ ഡിഫറൻസ്. അപ്പോൾ ഇത് കൂടി. എത്ര കൂടിയെന്ന് വെച്ചാൽ 0 0. പിന്നെ ഇവിടെ 6 2,800 വീട്ടും 17 1 2 3 4 7 2,800 കൂടി. ഇപ്പം കറണ്ട് അസറ്റ് കൂടി. കറണ്ട് അസറ്റ് കൂടുമ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, മൈനസാണ്. 2,800 മൈനസ്. നെക്സ്റ്റ് ഇൻവെൻ്ററീസ് 49,200 അത് 42,700 അപ്പോൾ കുറഞ്ഞു. ഡിക്രീസ് ഇൻ ഇൻവെൻ്ററീസ്. ഇൻവെൻ്ററി മീൻസ് സ്റ്റോക്ക് കുറഞ്ഞു. എത്രയാണ് കുറഞ്ഞു ചോദിച്ചാൽ 49,200 42,700 0 0 12 7 പോയിട്ട് 5 8 2 പോയിട്ട് 6 0 0 7 12 1 6 7 9 6,500.
ഡിക്രീസ് ഇൻ ഇൻവെൻട്രി, സ്റ്റോക്ക് കുറയുകയാണ്. സ്റ്റോക്ക് കുറയുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആണ്. 6500 പ്ലസ് ആണ്. നെക്സ്റ്റ് അക്കൗണ്ട്സ് റിസീവബിൾ കഴിഞ്ഞു, ഇൻവെൻട്രീസ് കഴിഞ്ഞു. പിന്നെ കറണ്ട് ലയബിലിറ്റി ഇവിടെ ഉള്ളത് അക്കൗണ്ട്സ് പേയബിൾ ആണ്. അക്കൗണ്ട്സ് പേയബിൾ പ്രീവിയസ് ഇയർ 10,360, ഇവിടെ 11,840. അപ്പോൾ ഇവിടെ 11,840, അത് 10,360, 0, 14 6 പോയിട്ട് 8, 7 3 പോയിട്ട് 4, 1, 0 8 6 14, 4 5 3 8, 1, 1480. കറണ്ട് ലയബിലിറ്റി കൂടി. കറണ്ട് ലയബിലിറ്റി കൂടുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ 1480, അത് ഇൻഫ്ലോ ആണ് പ്ലസ്. കറണ്ട് ലയബിലിറ്റി ഇവിടെ ഒരെണ്ണം അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് ആഡ് ചെയ്യണം. ഇവിടെ നോക്കുക, 6500, 1480, 0 8 5 4 9, 6 1 7. ഇതിൽ നിന്ന് 2800 മൈനസ് ഉണ്ട്. 0 8 1 5, 5180 ഔട്ടർ കോളം, 5180 അത് കൂട്ടുന്നു. 0 8 2 10, 1 1 2 1 3, 9 5 14. ഇവിടെ 14,300. ഈ കിട്ടിയത് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് 14,300. ഇനി അടുത്തത് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസാണ്. ഇൻവെസ്റ്റിങ്ങിൽ ഇവിടെ വരേണ്ടത് ലാൻഡ് പർച്ചേസ് ചെയ്ത് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇവിടെ ഫിക്സഡ് അസറ്റ് ലാൻഡ് മാത്രം, പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും വിടില്ല. അപ്പോൾ ഒറ്റ ഐറ്റമേ ഉള്ളൂ, പർച്ചേസ് ഓഫ് ലാൻഡ്. ലാൻഡ് വാങ്ങിയത് 10,000, അത് മൈനസാണ്. അപ്പോൾ മൈനസ് വന്നപ്പോൾ ഔട്ടർ കോളം കൊടുക്കുകയാണ്. ക്യാഷ് യൂസ്ഡ് ആണ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് 10,000 യൂസ്ഡ് ആണ് അത്. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ആണ്. ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ്ങിൽ ഇവിടെ വരാനുള്ളത് ഷെയർ ക്യാപിറ്റൽ. അത് പ്രീവിയസ് ഇയറിൽ 70,000, കറണ്ട് ഇയറിൽ 74,000. അപ്പോൾ അതായത് 4,000 രൂപ ആ വർഷം ഷെയർ ഇഷ്യൂ ചെയ്തു. ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് ഇൻഫ്ലോ ആണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് ഇവിടെ 4,000. നെക്സ്റ്റ് ബോണ്ട് 12,000 പ്രീവിയസ് ഇയർ, എന്നാൽ കറണ്ട് ഇയർ 6,000. ബോണ്ട് അത് കുറയുകയായത്. കുറഞ്ഞാൽ ദാറ്റ് മീൻസ് റിഡംഷൻ ആണ്. അത് മാത്രമല്ല ക്വസ്റ്റ്യൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ബോണ്ട്സ് റീപേ ചെയ്തു. എത്ര? 6,000. അപ്പോൾ 6,000 രൂപ ബോണ്ട് റിഡീം ചെയ്തു. ഇത് ഫിനാൻസിങ്ങിൽ വരണം. റിഡംഷൻ ഓഫ് ബോണ്ട്സ്
6,000 ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് മൈനസ്. നെക്സ്റ്റ് അത് രണ്ടും കഴിഞ്ഞു. പിന്നെ ഇവിടെ ഫിനാൻസിങ്ങിൽ വരാൻ ഐറ്റംസ് ഇല്ല. പാരഗ്രാഫിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഡൻഡ് പെയ്ഡ് ഉണ്ട്. ഡിവിഡൻഡ് പെയ്ഡ് റിസീവ്ഡ് ആണെങ്കിൽ ഇൻവെസ്റ്റിംഗ് വേണം. ഇത് പെയ്ഡ് ആണ്. ഡിവിഡൻഡ് പെയ്ഡ്, ഡിവിഡൻഡ് പെയ്ഡ് അത് ഔട്ട്ഫ്ലോ ആണ് 3,500 മൈനസ് ആണ്. ഇത് ഇത്രയേ ഉള്ളൂ. ഫിനാൻസിങ്ങിൽ വരാനുള്ള ഇവിടെ ഈ 3 ഐറ്റംസേ ഉള്ളൂ. ഇഷ്യൂ ഓഫ് ഷെയർസ്, നെക്സ്റ്റ് റിഡംഷൻ ഓഫ് ബോണ്ട്സ്, നെക്സ്റ്റ് ഡിവിഡൻഡ് പെയ്ഡ്. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് ആണ് കൂടുതൽ. മൈനസ് ഫിഗർ വരുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 9,500 മൈനസ്, പ്ലസ് 4,000 ആണ്. ഇത് കൂട്ടുമ്പോൾ 005, 5,500 മൈനസ് ആണ്. അപ്പോൾ ഔട്ടർ കോളം 5,500 മൈനസ്. ലെഫ്റ്റ് സൈഡ് നമ്മൾ എഴുതി ക്യാഷ് ഫ്ലോ അല്ല, ക്യാഷ് യൂസ്ഡ്, കാരണം അവിടെ മൈനസാണ്. യൂസ്ഡ് ഇൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. നോക്കുക, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് നമുക്ക് കിട്ടിയായിരുന്നു 14,300. ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കിട്ടി -10,000 ആണ്. അത് ക്യാഷ് യൂസ്ഡ് ഇൻ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. ഫിനാൻസിങ് കിട്ടി 5,500 മൈനസാണ്. അപ്പോൾ ഇവിടെ എല്ലാം കൂടെ കൂടും. ഇത് 14,300 പ്ലസ് പിന്നെ 10,000 മൈനസ് 5,500 മൈനസ്. അപ്പോൾ ഇവിടെ മൈനസാണ് കൂടുതൽ. 15,500 മൈനസ് വരും. അതിൽ നിന്ന് 14,300 ലെസ് ചെയ്യുമ്പോൾ 0, 0, 2, then 1,200. ഇതിവിടെ മൈനസാണ്. ഇങ്ങനെ മൈനസ് വന്നാൽ അത് നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ് ആണ്. ഇതിവിടെ ആഡ് ചെയ്യാണ്. ഏതൊക്കെയായിട്ട് ആഡ് ചെയ്യുന്നത്? ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസിങ് ആക്ടിവിറ്റീസ്. ഇത് മൂന്നും കൂടെ കൂട്ടിയപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന മൈനസാണ്. ഇങ്ങനെ മൈനസ് വന്നാൽ നമ്മളിവിടെ എഴുതും മൈനസാണ്. നെറ്റ് ഇൻക്രീസ് അല്ല, നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ്. നെറ്റ് ഡിക്രീസ് ഇൻ ക്യാഷ്. ഇതിൻ്റെ കൂടെ ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ആഡ് ചെയ്യണം. ആഡ് ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഓപ്പണിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് ഇവിടെ ക്യാഷ് അറ്റ് ബാങ്ക് മാത്രം 9,000. 9,000 കൂട്ടുകയാണ്. ഇത് പ്ലസ് ആണ്. അപ്പം 9,000-ൽ നിന്ന് 1,200 മൈനസാണ്. അപ്പോൾ ലെസ് ചെയ്ത് 0, 0, 10 2 പോയിട്ട് 8, 8 1 പോയിട്ട് 7, 7,800 കിട്ടി. നമ്മളിവിടെ നോക്കുക, ക്ലോസിങ്ങിൽ
ക്യാഷ് ബാലൻസ് തന്നിരിക്കുന്ന 7800 അപ്പോൾ ആ ഫിഗർ തന്നെ നമുക്കിവിടെ വന്നു. 7800 ഡബിൾ ലൈൻ നമ്മൾ ഇട്ടു. ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നു ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ക്ലോസിംഗ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. അപ്പോൾ കണക്ക് ശ്രദ്ധിക്കുക. ഇത് യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ നേരത്തെ ചെയ്ത ആ പ്രോബ്ലവും ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. അപ്പം ഇൻഡയറക്റ്റ് മെത്തേഡിൽ ഇപ്പം 2 പ്രധാനപ്പെട്ട കണക്ക് നമ്മൾ ചെയ്തു. ഇപ്പം ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയും ശരിക്കും ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നതൊക്കെയാണ്. ഒന്ന്, ക്യാഷ് ഫ്ലോ, വാട്ട് ഡു യു മീൻ ബൈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ദെൻ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ യൂസസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് or significance of cash flow statement. Next one, distinguish between cash flow statement and fund flow statement. Next one, what are cash flow from operating activities, what are cash flow from investing activities, what are cash flow from financing activities. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും തിയറി കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഏതൊക്കെ തിയറി വരാം? 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വാട്ട് ഡു യു മീൻ ബൈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്? വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്? നെക്സ്റ്റ് 5 മാർക്കിൻ്റെ തിയറി ക്വസ്റ്റ്യൻ വരാം. വാട്ട് ആർ ദ യൂസസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? അതല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്? നെക്സ്റ്റ് വീണ്ടും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ, നമ്മൾ നേരത്തെ പഠിച്ചു, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. നെക്സ്റ്റ് വൺ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ യൂസസ് ഓഫ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്സ്. ഇവിടെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ്. പിന്നെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, ക്യാഷ് ഫ്ലോ ഫ്രം ഫിനാൻസ്. ഇത്രയും കാര്യങ്ങൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പഠിക്കുക. നെക്സ്റ്റ് മറ്റൊരു ചാപ്റ്റർ പഠിക്കാനുള്ളത്, അതിൻ്റെ തിയറി പോർഷൻസൊക്കെ നേരത്തെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോളാണ്. ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ശ്രദ്ധിക്കുക, ബഡ്ജറ്റ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. അപ്പോൾ ഇതിൽ നമുക്ക് പഠിക്കേണ്ടത് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. ബഡ്ജറ്റ്സ് ആൻഡ് ബഡ്ജറ്ററി കൺട്രോൾ. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട തിയറി ക്ലാസ്സിലൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഡിഫൈൻ ബഡ്ജറ്റ്സ്, ദെൻ വാട്ട് ഈസ് ബഡ്ജറ്ററി കൺട്രോൾ, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ബഡ്ജറ്റിംഗ്, then what are the objectives of budgetary control. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പഠിക്കണം. പിന്നെ പ്രിപ്പറേഷൻ ഓഫ് ബഡ്ജറ്റാണ്. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. മറ്റൊന്ന് ക്യാഷ് ബഡ്ജറ്റാണ്. ക്യാഷ് ബഡ്ജറ്റ്. ഇതിന് രണ്ടിൻ്റെയും പ്രോബ്ലം പഠിക്കണം. ഫ്ലെക്സിബിൾ ബഡ്ജറ്റും ക്യാഷ് ബഡ്ജറ്റും, ഈ രണ്ട് പാർട്ടിൻ്റെയും
പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇതും കൂടാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിക്കേണ്ടത് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ആൻഡ് ക്യാഷ് ബഡ്ജറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്? ഒരു ചോദ്യം ഇതാണ്. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൻ്റെ ദി എക്സ്പെൻസസ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് 1000 യൂണിറ്റ്സ് ഇൻ എ ഫാക്ടറി ആർ ഗിവൺ ബിലോ. 1000 യൂണിറ്റ്സ് ഉൽപ്പാദിപ്പിച്ചപ്പോഴുള്ള ചെലവിനെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. മെറ്റീരിയൽ 1 യൂണിറ്റിന് 120 രൂപ, ലേബർ 1 യൂണിറ്റ് 80 രൂപ, വേരിയബിൾ ഓയിൽസ് ഫാക്ടറി 20, ഫിക്സഡ് ഓയിൽസ് ഫാക്ടറി ഫിക്സഡ് ഓയിൽസ് 16, അഡ്മിനിസ്ട്രേറ്റീവ് ഓയിൽസ് മൊത്തം 15, അതിൽ 10% വേരിയബിളാണ്. അതിൻ്റെ അർത്ഥം 90% ഫിക്സഡ് ആണ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് 12 ആണ്, അതിന് 20% വേരിയബിളാണ്. അതിൻ്റെ അർത്ഥം 80% ഫിക്സഡ് ആണ്. ഇവിടെ നമുക്ക് 1000 യൂണിറ്റ്സിൻ്റെ തന്നിട്ടുണ്ട്. നമ്മളധികം തയ്യാറാക്കേണ്ടത് 1200 യൂണിറ്റ്സിൻ്റെ ബഡ്ജറ്റ് തയ്യാറാക്കണം. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഹെഡിങ് കൊടുക്കും. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് ഹെഡിങ് കൊടുക്കും. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഇവിടെ തന്നിരിക്കുന്നത് 1000 യൂണിറ്റ്സിൻ്റെയാണ്. നമുക്ക് ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത് 1200 യൂണിറ്റ്സിൻ്റെയാണ്. വലത്തോട്ട് മാറ്റി 1000 യൂണിറ്റ്സ് നമ്മൾ തയ്യാറാക്കേണ്ടത് 1200 യൂണിറ്റ്സ്. ആദ്യം 2 കോളം. ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ്, ഇവിടെ ടോട്ടൽ, ഇവിടെ പെർ യൂണിറ്റ് ടോട്ടൽ. നോക്കിവിടെ ഇത്രയും ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഇവിടെ തന്നിരിക്കുന്ന 1000 യൂണിറ്റ്സിൻ്റെയാണ് തന്നിരിക്കുന്ന എക്സ്പെൻസ്. നമുക്ക് തയ്യാറാക്കേണ്ടത് 1200 യൂണിറ്റ്സിൻ്റെയാണ്. ഇവിടെ എങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ഐറ്റംസ്? മെറ്റീരിയൽ, ലേബർ, ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇത് നന്നാൽ നമ്മൾ കോസ്റ്റ് ഷീറ്റ് പഠിച്ചിട്ടുണ്ട്. ആ കോസ്റ്റ് ഷീറ്റ്സ്, ആ ഫോർമാറ്റ് ആദ്യം മെറ്റീരിയൽ, നെക്സ്റ്റ് ലേബർ, നെക്സ്റ്റ് ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂട്ടുന്ന പ്രൈം കോസ്റ്റ്. ഇത് നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈം കോസ്റ്റ് കൂടെ ഫാക്ടറി ഓവർഹെഡ് കൂട്ടണം. കൂട്ടുമ്പോൾ കിട്ടുന്നത് വർക്ക് കോസ്റ്റാണ്. വർക്ക് കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് കൂട്ടണം. അപ്പോൾ കിട്ടുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂട്ടണം. കിട്ടുന്നത് കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ്. അപ്പോൾ അത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട് തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ആ ഒരു ഓർഡറിലാണ്. മെറ്റീരിയൽ, ലേബർ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന പ്രൈം കോസ്റ്റാണ്. ഈ പ്രൈം കോസ്റ്റ് എന്താണെന്നൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പഠിച്ചിട്ടുണ്ട്.
പ്രൈം കോസ്റ്റ് ഈസ് ദ സം ടോട്ടൽസ് ഓഫ് ഓൾ ദോസ് ഡയറക്റ്റ് കോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ഇതൊക്കെ വരും. അപ്പോൾ മെറ്റീരിയൽ, ലേബർ ഇവിടേക്കാണ്. ആദ്യം മെറ്റീരിയൽ. ഇവിടെ ഒരു യൂണിറ്റിന് 120 രൂപയാണ്. അപ്പോൾ പെർ യൂണിറ്റ് 120 എന്ന് എഴുതി പൈസയുടെ ഫിഗർ കൂടെ എഴുതിയേക്കണം. 0.00. ഒരു യൂണിറ്റ് 120 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 1000-ൻ്റെ എത്രയാണെന്ന് ചോദിച്ചാൽ 1,20,000 വരും. മെറ്റീരിയലും ലേബറും ഒക്കെ ഫുള്ളി വേരിയബിളാണ്. അതായത് ഉൽപ്പാദനം കൂടുന്നതനുസരിച്ച് കോസ്റ്റ് കൂടും. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റിന് 120 ഒരു യൂണിറ്റിന് 120, 0.00. അങ്ങനെയാണെങ്കിൽ 1200 എത്രയാണ്? അതായത് 12 1,44,000 വരും മെറ്റീരിയൽ. അപ്പോൾ 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന മെറ്റീരിയൽ കോസ്റ്റ് 1,20,000 ആണെങ്കിൽ 1200 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന മെറ്റീരിയൽ കോസ്റ്റ് എത്ര വേണം? 1,44,000. നെക്സ്റ്റ് ഐറ്റം ലേബറാണ്. ലേബർ ഒരു യൂണിറ്റ് 80 രൂപയാണ്. 80.00. ഇവിടെ 1000-ന് 80,000. ഇവിടെ ഒരു യൂണിറ്റിന് 80. 1200-ന് 1200 ഗുണം 80 ആണ്. 12,896 പിന്നെ 3 0 96,000. അപ്പോൾ ഇവിടെ മെറ്റീരിയൽ എടുത്തു, ലേബർ എടുത്തു, ഡയറക്റ്റ് എക്സ്പെൻസ് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് കൂട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. കൂട്ടുക 0 0 0 8 2 10 1 1 2. ഇവിടെ 0 0 0 0 8 2 10 1 2 ലക്ഷം. ഇവിടെ 200. ഇവിടെ വരും 0 0 0 6 4 10 1 14 14 1 2 40,000. ഇതിനെ വിളിക്കുന്ന പേര് പ്രൈം കോസ്റ്റ് എന്നാണ്. പ്രൈം കോസ്റ്റ് അല്ലെങ്കിൽ ബേസിക് കോസ്റ്റ് എന്ന് പറയും. പ്രൈം കോസ്റ്റ് കിട്ടി. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും കൂടെ കൂട്ടി. നെക്സ്റ്റ് ഫാക്ടറി ഓവർഹെഡാണ്. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യണം. ഇവിടെ ഫാക്ടറി ഓവർഹെഡ് നോക്കുക. അത് വേരിയബിളും ഉണ്ട്, ഫിക്സഡും ഉണ്ട്. വേരിയബിൾ എന്ന് വെച്ചാൽ വേരി ചെയ്യും. പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് ഓവർഹെഡ് വേരി ചെയ്യും. ഫിക്സഡ് എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലും ഓവർഹെഡ് ഫിക്സഡ് ആയിരിക്കും, അതിന് മാറ്റമില്ല. അപ്പോൾ ഇവിടെ ആദ്യം വേരിയബിൾ എടുക്കാം. ഫാക്ടറി ഓവർഹെഡ് വേരിയബിൾ. വേരിയബിള് ഒരു യൂണിറ്റ് 20 20 രൂപ വെച്ച് 1000-ന് 20,000. ഇവിടെ ഒരു യൂണിറ്റിന് 20 രൂപ വെച്ച് 1200-ന് 12 24 24,000 വേരിയബിൾ എടുത്തു. അടുത്തത് ഫാക്ടറി ഫിക്സഡ് ആണ്. ഫിക്സഡ് നോക്കുക. ഇവിടെ 16 രൂപയാണ്. ഈ 16 ഒരു യൂണിറ്റിന് 16 രൂപ.
16 രൂപ വെച്ച് 1000 യൂണിറ്റിൽ 16,000. ഇത് ഫിക്സഡ് ഓവർ ഹെഡാണ്. അപ്പോൾ അതായത് എത്ര യൂണിറ്റ് ആണെങ്കിലും ടോട്ടൽ OH മാറ്റമില്ല. ഈ 16,000 തന്നെയായിരിക്കും. ഇനി 1200 യൂണിറ്റ് ഉണ്ടാക്കിയാലും കൊള്ളാം, 1500 ഉണ്ടാക്കിയാലും കൊള്ളാം, 2000 ഉണ്ടാക്കിയാലും കൊള്ളാം. അപ്പോൾ ഇവിടെ 16,000 തന്നെ ടോട്ടൽ കോളത്തിൽ വരും. 16,000. അപ്പോൾ അവിടെ ഒരു യൂണിറ്റിൻ്റെ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ 16,000 ഡിവൈഡ് ബൈ 1200 ആണ്. 16,000 ഡിവൈഡ് ബൈ 1200. 12 12, 4 40, 12 3 36, 4 40.33 ഇങ്ങനെ പോകും. 13.33. നമുക്കിവിടെ ഇങ്ങനെ കൊടുക്കാം. 13 രൂപ 33 പൈസ. ഫാക്ടറി ഓവർഹെഡ് നോക്കുക. വേരിയബിളും ഫിക്സഡും. വേരിയബിൾ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഓവർഹെഡും വേരി ചെയ്യും. പ്രൊഡക്ഷൻ കൂടുമ്പോൾ ടോട്ടൽ ഓവർഹെഡ് കൂടും. പ്രൊഡക്ഷൻ കുറഞ്ഞാൽ ടോട്ടൽ ഓവർഹെഡ് കുറയും. എന്നാൽ പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. എന്നാൽ ഫിക്സഡ് ഓവർഹെഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ OH സെയിം ആയിരിക്കും. പെർ യൂണിറ്റ് അവിടെ മാറ്റം വരും. ഇത് ഫാക്ടറി ഓവർഹെഡ് വേരിയബിൾ എടുത്തു, ഫിക്സഡ് എടുത്തു. ഇനി ഇത് കൂട്ടുക. ഇവിടെ 0 0 6 2 1 3 2 236. ഇവിടെ 2,36,000. ഇവിടെ 0.33 3 1 2 3 2 233. ഇവിടെ 0 0 0 6 4 10 1 2 4 4 8 2 40 20 64 10 74 6 80 2,80,000. ഇപ്പോൾ ഇവിടെ കിട്ടിയത് വർക്ക് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. വർക്ക് കോസ്റ്റ് നിങ്ങൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കോസ്റ്റ് ഷീറ്റിൽ പഠിച്ചിട്ടുള്ളതാണ്. പ്രൈം കോസ്റ്റ്, ദെൻ വർക്ക് കോസ്റ്റ്. അടുത്ത് എടുക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് OH ആണ്. ഇത് എടുക്കുകയാണ് അഡ്മിനിസ്ട്രേറ്റീവ് OH. അത് നമുക്ക് തന്നിരിക്കുന്നത് മൊത്തം 15 ആണ്. പെർ യൂണിറ്റ് 15. അതിന് 10% വേരിയബിളാണ്. 15ൻ്റെ 10% 1 രൂപ 50 പൈസ. ഇതേ അതിൽ വേരിയബിൾ, അതായത് 15ൻ്റെ 10% വേരിയബിളാണ്. 1 രൂപ 50 പൈസ വേരിയബിൾ. അപ്പോൾ 1000 യൂണിറ്റ്സിന് അപ്പോൾ എത്ര വരും എന്ന് ചോദിച്ചാൽ 1000 യൂണിറ്റ്സ് എത്ര വരും? 1 രൂപ 50 പൈസ വെച്ച് പറയുമ്പോൾ 1500 വരും. ഇവിടെ 1 രൂപ 50 പൈസ വെച്ച് 1200-ന് 1200 15 2 30 15 1 15 3 18 1800 വരും. 1800 വേരിയബിൾ. ദെൻ ഫിക്സഡ് ആണ്. 15ൻ്റെ 10% വേരിയബിളാണ്. 10 വേരിയബിളാണെങ്കിൽ റിമൈനിങ് ദാറ്റ് മീൻസ് 90% അത് ഫിക്സഡാണ്. 15ൻ്റെ എത്ര ശതമാനം? 90%. 10% 1.5. 15ൽ 1.5 പോയ പിന്നെ 13.5. 13 രൂപ 50 പൈസ. 13 രൂപ 50 പൈസ. അപ്പോൾ 13 രൂപ 50 പൈസയാണ്. 13.50 ഇൻറ്റു 1000 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന 13,500.
13,500. ഈ 13,500 തന്നെയായിരിക്കും ഇവിടെ ടോട്ടൽ. 13,500 ഇത് ഫിക്സഡാണ്. 13,500 ഡിവൈഡ് ബൈ 1,200 ഡിവൈഡ് ബൈ 1,200. ഇവിടെ വരുമ്പോൾ 11 12, ശിഷ്ടം 1 15, 11 12, ശിഷ്ടം 3, 3 വരെ 3 30, 12 24, 6, 15 60, 11 രൂപ 25 പൈസ. 11.25 നോക്കുക, 11 രൂപ. അപ്പോൾ ഇവിടെ അഡ്മിനിസ്ട്രേറ്റീവ് OH വേരിയബിൾ എടുത്തു, ഫിക്സഡ് എടുത്തു. ഇതേ ടോട്ടൽ ചെയ്യാം. ഇവിടെ 0 5 10 1 3 4 5 6 11 1 2 3 5 251. ഇവിടെ വരുമ്പോൾ 0 0 5 10 1 3 4 1 5 6 11 2 3 5 2 51,000. ഇവിടെ 5 3 8 2 5 7 3 10 1 1 2 1 3 3 6 1 3 4 2. ഇവിടെ 0 0 5 8 13 1 3 4 1 5 1 8 9 2 80 10 90 93 500 50. അപ്പോൾ കിട്ടിയത് ശ്രദ്ധിക്കുക, ഇവിടെ കിട്ടിയത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ ആദ്യം മെറ്റീരിയൽ ലേബർ കൂട്ടി പ്രൈം കോസ്റ്റ്, ഫാക്ടറി OH കൂട്ടി വർക്ക് കോസ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് OH കൂട്ടി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ദെൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് നീ നോക്കി 12 ആണ്. 20% വേരിയബിളാണ്. അതിൽ വേരിയബിൾ 12ൻ്റെ 20% ആണ്. 12ൻ്റെ 20%. 12 10% 1 20, 20 2 രൂപ 40 പൈസ. 2 രൂപ 40 പൈസ വെച്ച് 1000-ന് 2400 ആണ്. 2 രൂപ 40 പൈസ വെച്ച് 1200-ന് 12 4 48, 12 24 4 28, 1200. ഇവിടെ 1200 ഇൻറ്റു 2 400, 40 പൈസ വെച്ചാകുമ്പോൾ 48 2 400, 2880 വരും. 2880. ഇനി ഫിക്സഡ് 12ൻ്റെ 20% വേരിയബിളാണ്. ഇപ്പോൾ റിമൈനിങ് 80% ആണ്. 12ൻ്റെ 80%, 20% 240 ആണ്. പോയിട്ട് ബാക്കി 240 പോയിട്ട് ബാക്കി 9 രൂപ 60 പൈസയാണ്. 9 രൂപ 60 പൈസ 1000-ന് 9600 ആണ്. ഇവിടെ 1200 9600 ഡിവൈഡ് ബൈ 12, 12 8 96, 8 രൂപ പെർ യൂണിറ്റ്. അപ്പോൾ 8 രൂപ. ഇനി ഇത് കൂട്ടുക. ഇവിടെ 0 6 4 10 1 12 12 13 1 5 6 263. ഇവിടെ ഒരു 0 0 6 4 10 1 12 12 13 1 5 6 2 63,000. ഇവിടെ 8 4 8 10 6 16 1 4 5 ഇത്.
ഇവിടെ വരുമ്പോൾ 0, 8, 8 14, 3 17, 3 12, 12, 5 17, 9 10, 1 2 3. ഈ കിട്ടിയ ഫിഗറാണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് അതായത് 263 രൂപ ഒരു യൂണിറ്റിന്. ഇപ്പോൾ 263,000. ഇവിടെ 1200 യൂണിറ്റ് വരുമ്പോൾ ഒരു യൂണിറ്റിൻ്റെ പുറത്ത് 256 രൂപ 48 പൈസ. ഇതാണ് ആൻസർ. ഇതാണ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്.